ഈ ചെറിയൊരു കഥ പറയാം. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ പുള്ളിക്കാരത്തി കിട്ടിയ സ്റ്റഡീസാണ് ട്വിൻസിനെ, അതായത് ഇതേ ഹീഡോണിക് ട്രെഡ്മിലിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ട്വിൻസിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ജീവിതം നോട്ട് ചെയ്യുക, സ്റ്റഡി പോലെ എഴുതി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവർ നാട്ടിൽ വന്നപ്പോൾ ഇവർ കസിൻസ് തന്നെ 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ഈ 2 പേരും കൂട്ടിയിട്ട് ഈ ഡോക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും. അതായത് അവരുടെ വീട് ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ കുട്ടി, നമുക്ക് എന്ന് വിളിക്കാം, അവന് ഈ പോകുന്ന സമയത്തുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നല്ല നല്ല പൂമ്പാറ്റകൾ, ചെടികൾ, പൂക്കൾ, ഇതൊക്കെ കാണുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റവൻ, അതായത് ബി എന്ന് വിളിക്കാം, ആള് ഇതിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആൾ നേരെ ഒറ്റ പോക്കാണ്. അതായത് അവന് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഒരു ചെറിയ കുളം കാണും. ആ കുളത്തിൽ ഇങ്ങനെ ഈ വേറെ പൂക്കളുടെ, അതായത് മരത്തിലുള്ള പൂക്കളുടെ ഒക്കെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ പറയും, ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ അവരോട് ചോദിക്കും, ബീനോട് ചോദിക്കും, നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും തോന്നണില്ലേ അത് മറ്റേ ഈ പറയുന്ന കാര്യത്തിലേക്ക്? അപ്പോൾ അവൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയും, ഇത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇതിന് നന്നായിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഹാപ്പിനെസ്സായി കണ്ടെത്തുന്നു. അപ്പോൾ ഇതിൽ പോയിന്റ് ഡോക്ടർക്ക് എന്താ മനസ്സിലായെന്നുണ്ടെങ്കിൽ 2 പേരുടെ സ്വഭാവം ഡീവിയേറ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അത് ഒരാൾ അതിലേക്ക് ശ്രദ്ധിച്ച് പോകുന്നു, മറ്റേ ആൾ ശ്രദ്ധിക്കാതെ പോയാലും അവിടെ നിന്ന് തിരിഞ്ഞ് ഇതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റി. അത് എവിടെ നിന്ന് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജനറ്റിക്കിലൂടെ വന്ന ഒരു കാര്യമാണ്.